ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് ഇന്ന് 5722 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 6860 പേർക്ക് രോഗമുക്തി. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 8.54%. തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിച്ചു. നാളെ സൂക്ഷ്മ പരിശോധന. വനിതകൾ ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികളെ സാമൂഹ്യ മാധ്യമങ്ങളിൽ മോശമായി ചിത്രീകരിക്കുന്നതിനെതിരെ കർശന നടപടി സ്വീകരിക്കാൻ പോലീസിന് നിർദ്ദേശം. CAG റിപ്പോർട്ട് നടപടിക്രമങ്ങൾ പാലിക്കാതെയാണെന്നും സംസ്ഥാനത്ത് നടപ്പാക്കി വരുന്ന വികസന പദ്ധതികൾക്ക് ഇത് വലിയ തിരിച്ചടിയുണ്ടാക്കുമെന്നും ധനമന്ത്രി തോമസ് ഐസക്. അറബിക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതിനാൽ കേരള തീരത്ത് നിന്നും മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ്. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് ഇന്ന് 5722 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 6860 പേർ രോഗമുക്തി നേടി. 26 മരണങ്ങളും കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചു. 67017 സാമ്പിളുകളാണ് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 8.54%ആയി താഴ്ന്നു. മലപ്പുറം, തൃശൂർ, കോഴിക്കോട്, ആലപ്പുഴ ജില്ലകളിലാണ് ഇന്ന് ഏറ്റവും കൂടുതൽ കോവിഡ് ബാധിതരുള്ളത്. ഇതോടെ സംസ്ഥാനത്ത് ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 68229 ആയി. 4,75,000-ലേറെ പേരാണ് ഇതുവരെ രോഗമുക്തി നേടിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിച്ചു. 1.5 ലക്ഷത്തിലേറെ നാമനിർദ്ദേശ പത്രികകളാണ് സമർപ്പിക്കപ്പെട്ടത്. നാളെയാണ് പത്രികകളുടെ സൂക്ഷ്മ പരിശോധന. കോവിഡ് പശ്ചാത്തലത്തിൽ പ്രത്യേക സജ്ജീകരണമൊരുക്കിയാണ് സൂക്ഷ്മ പരിശോധന നടത്തുന്നത്. ഈ മാസം 23 വരെ പത്രിക പിൻവലിക്കാൻ അവസരമുണ്ട്. ഡിസംബർ 8, 10, 14 തീയതികളിലാണ് വോട്ടെടുപ്പ്. വനിതകൾ ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികളെ സാമൂഹ്യ മാധ്യമങ്ങളിൽ അധിക്ഷേപകരമായി ചിത്രീകരിക്കുന്നതിനെതിരെ കർശന നടപടി സ്വീകരിക്കാൻ സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ നിർദ്ദേശം നൽകി. സ്ഥാനാർത്ഥികളുടെ പ്രചാരണ ചിത്രങ്ങളും സ്വകാര്യ ചിത്രങ്ങളും എഡിറ്റ് ചെയ്തും അശ്ലീല പദങ്ങൾ ഉപയോഗിച്ചും സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ഈ നിർദ്ദേശം. ഉദ്യോഗസ്ഥരുടെ നിഷ്പക്ഷവും നീതിപൂർവകവും സത്യസന്ധവുമായ ഇടപെടൽ മൂലം ജനാധിപത്യ പ്രക്രിയയിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ടിക്കാറാം മീണ ആലപ്പുഴയിൽ പറഞ്ഞു. ജില്ലയിലെ കൂടുതൽ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി ആകാശവാണി ആലപ്പുഴ പ്രതിനിധി ആർ രവികുമാർ. ശക്തമായ ത്രികോണ മത്സരത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് ആലപ്പുഴ ജില്ല. 3 മുന്നണികളും കരുത്തരായ സ്ഥാനാർത്ഥികളാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള മത്സരത്തിനായി രംഗത്തിറക്കിയിട്ടുള്ളത്. യുവാക്കൾക്കും യുവതികൾക്കും വലിയ പരിഗണനയാണ് 3 മുന്നണികളും നൽകിയത്. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണയുടെ സാന്നിധ്യത്തിൽ ഇന്ന് ജില്ലയിൽ ഉന്നതതല യോഗം ചേർന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളും യോഗത്തിൽ വിലയിരുത്തി. ഉദ്യോഗസ്ഥരുടെ നിഷ്പക്ഷവും നീതിപൂർവമായ ഇടപെടൽ ജനാധിപത്യ പ്രക്രിയയിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുമെന്ന് ടിക്കാറാം മീണ പറഞ്ഞു. രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് ജനങ്ങളെ പ്രലോഭിപ്പിക്കാൻ ഉദ്യോഗസ്ഥർ അവസരം നൽകരുതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി അംഗീകൃത രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം 23 നടത്തുവാനും യോഗം തീരുമാനിച്ചു. CAG റിപ്പോർട്ട് നടപടിക്രമങ്ങൾ പാലിക്കാതെയാണെന്നും കിഫ്ബിക്കെതിരെ കരട് റിപ്പോർട്ടിലില്ലാത്ത പരാമർശങ്ങൾ അന്തിമ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയതായും ധനമന്ത്രി തോമസ് ഐസക്. സംസ്ഥാന സർക്കാരിനോട് ചർച്ച ചെയ്യാതെയുള്ള ഈ നടപടി ദുരുദ്ദേശപരമാണെന്നും സംസ്ഥാനത്ത് നടപ്പാക്കി വരുന്ന വികസന പദ്ധതികൾക്ക് ഇത് വലിയ തിരിച്ചടിയുണ്ടാക്കുമെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. സംസ്ഥാന സർക്കാരിനെ അട്ടിമറിക്കാനുള്ള നീക്കമാണിതെന്ന് ആരോപിച്ച ധനമന്ത്രി ക്രമവിരുദ്ധമായ CAG ഇടപെടൽ സംബന്ധിച്ച് നിയമപരിശോധന നടത്തുമെന്നും അറിയിച്ചു. സംസ്ഥാനത്തെ സിനിമാ തിയേറ്ററുകൾ ഉടൻ തുറക്കില്ല. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന ചലച്ചിത്ര സംഘടനകളുടെ യോഗത്തിലാണ് തീരുമാനം. തിയേറ്ററുകൾ തുറക്കാൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകിയെങ്കിലും സംസ്ഥാനത്ത് അടച്ചിടൽ തുടരുകയായിരുന്നു. മന്ത്രി AK ബാലൻ, വിവിധ ചലച്ചിത്ര സംഘടനാ പ്രതിനിധികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075ലും ദിശയുടെ 1056ലും ബന്ധപ്പെടാം. പട്ടയഭൂമിയിലെ വാണിജ്യ നിർമ്മാണ നിയന്ത്രണം ഇടുക്കി ജില്ലയിൽ മാത്രമായി പരിമിതപ്പെടുത്തരുതെന്ന് സുപ്രീംകോടതി. ഭൂപതിവ് നിയമത്തിലെയും അനുബന്ധ ചട്ടങ്ങളിലെയും വ്യവസ്ഥകൾ കേരളത്തിലാകെ നടപ്പിലാക്കണമെന്ന ഹൈക്കോടതി ഉത്തരവിനെതിരെ സംസ്ഥാന സർക്കാർ നൽകിയ ഹർജി സുപ്രീംകോടതി തള്ളി.
ഒരു ജില്ലയിൽ മാത്രമായി എങ്ങനെ നിയന്ത്രണം പരിമിതപ്പെടുത്താനാകുമെന്ന് സുപ്രീംകോടതി ആരാഞ്ഞു. സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിക്കെതിരെ മൊഴി നൽകാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നിർബന്ധിക്കുന്നതായ ശബ്ദ സന്ദേശം സ്വപ്ന സുരേഷിന്റേതെന്ന് സ്ഥിരീകരിച്ച് ജയിൽ ഡിഐജി അജയ്കുമാർ. എന്നാൽ ശബ്ദരേഖ ചോർന്നത് ജയിലിൽ നിന്ന് അല്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ശബ്ദരേഖയിൽ പോലീസ് അന്വേഷണം ആവശ്യപ്പെട്ട് ജയിൽ ഡിജിപി ഋഷിരാജ് സിംഗ് ഡിഐജിക്ക് കത്ത് നൽകി. സ്വർണ്ണക്കടത്ത് കേസിൽ പങ്കാളിയായവരെ നിയമത്തിനു മുൻപിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ നീങ്ങുന്നതെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ ഏജൻസികൾ മുന്നോട്ടു പോകുന്നത്. അന്വേഷണത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടില്ല എന്ന് പറഞ്ഞ കേന്ദ്രമന്ത്രി സ്വപ്ന സുരേഷിന്റെ മൊഴി പുറത്തുവന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ തിരക്കഥാ പ്രകാരമാണെന്നും ആരോപിച്ചു. മുഖ്യമന്ത്രിയെ ലക്ഷ്യമാക്കി എൽഡിഎഫ് സർക്കാരിനെ അട്ടിമറിക്കാൻ അന്വേഷണ ഏജൻസികളെ ദുരുപയോഗപ്പെടുത്തുന്നതായി സിപിഐഎം. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളെ മാപ്പുസാക്ഷിയാക്കാമെന്ന് പ്രലോഭിപ്പിച്ചും സമ്മർദ്ദം ചെലുത്തിയും രാഷ്ട്രീയ താൽപര്യങ്ങൾക്കായി ഉപയോഗപ്പെടുത്തുന്നത് ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണെന്നും സിപിഐഎം പ്രസ്താവനയിലൂടെ ആരോപിച്ചു. പാലാരിവട്ടം പാലം അഴിമതി കേസിൽ അറസ്റ്റിലായ മുൻ മന്ത്രി വി കെ ഇബ്രാഹിം കുഞ്ഞിന്റെ ജാമ്യാപേക്ഷയും കസ്റ്റഡി അപേക്ഷയും മൂവാറ്റുപുഴ വിജിലൻസ് കോടതി ചൊവ്വാഴ്ച പരിഗണിക്കും. ഇബ്രാഹിം കുഞ്ഞിന്റെ ആരോഗ്യസ്ഥിതി പരിശോധിക്കുന്നതിന് മെഡിക്കൽ ബോർഡ് രൂപീകരിക്കണമെന്നും കോടതി ഉത്തരവിട്ടു. അതിനിടെ വ്യവസായ സെക്രട്ടറിയും മുൻ ആർബിഡിസി എംഡിയുമായിരുന്ന മുഹമ്മദ് ഹനീഷിനെയും ഈ കേസിൽ പ്രതി ചേർത്തു. അറസ്റ്റ് കൊണ്ടും കള്ളക്കേസുകൊണ്ടും യുഡിഎഫിനെ തകർക്കാമെന്ന് സർക്കാർ വിചാരിക്കേണ്ട എന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. തദ്ദേശ തെരഞ്ഞെടുപ്പിനിടെ നടത്തിയ രാഷ്ട്രീയ പ്രേരിതമായ അറസ്റ്റിനെയാണ് പ്രതിപക്ഷം എതിർക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. നടിയെ ആക്രമിച്ച കേസിലെ മാപ്പുസാക്ഷി വിപിൻ ലാലിനെ ഭീഷണിപ്പെടുത്തി മൊഴിമാറ്റാൻ ശ്രമിച്ച കേസിൽ കെ ബി ഗണേഷ് കുമാർ എംഎൽഎയുടെ സെക്രട്ടറി പ്രദീപ് കുമാറിനെ ചോദ്യം ചെയ്ത് വിട്ടയച്ചു. കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി ഓഫീസിൽ നടന്ന ചോദ്യം ചെയ്യൽ 5 മണിക്കൂറോളം നീണ്ടുനിന്നു. ശബരിമലയിൽ പടിപൂജകൾ ആരംഭിച്ചു. മലയാള മാസ പൂജകൾക്കായി നട തുറക്കുന്ന 5 ദിവസങ്ങളിൽ മാത്രം നടത്തിയിരുന്ന പടിപൂജ കോവിഡ് പശ്ചാത്തലത്തിൽ തീർത്ഥാടകർക്ക് നിയന്ത്രണമുള്ളതിനാൽ ഈ മണ്ഡലകാലത്ത് അടുത്ത മാസം 15 വരെ എല്ലാ ദിവസവും നടക്കും. മകരവിളക്ക് തീർത്ഥാടന കാലത്ത് അടുത്ത മാസം 31 മുതൽ ജനുവരി 10 വരെയും ശേഷം ജനുവരി 15 മുതൽ 19 വരെയും പടിപൂജ ഉണ്ടാകും. അറബിക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ട സാഹചര്യത്തിൽ കേരള തീരത്ത് നിന്ന് ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പ്. നിലവിൽ ആഴക്കടലിൽ മത്സ്യബന്ധനത്തിന് ഏർപ്പെട്ടിരിക്കുന്നവർ അടുത്തുള്ള സുരക്ഷിത തീരങ്ങളിൽ എത്തേണ്ടതാണ്. ന്യൂനമർദ്ദം അടുത്ത 48 മണിക്കൂറിൽ ശക്തിപ്പെട്ട തീവ്ര ന്യൂനമർദ്ദമായി മാറുമെന്നും കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു. രാജ്യത്തെ ഓഹരി വിപണികൾ നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 580 പോയിന്റ് താഴ്ന്ന് 43,600ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 167 പോയിന്റ് നഷ്ടത്തോടെ 12,772ലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. സ്വർണ്ണവില ഇന്ന് കുറഞ്ഞു. പവന് വില 240 രൂപ കുറഞ്ഞ് 37,600 രൂപയായി. 2020-21 അധ്യയന വർഷത്തിലേക്കുള്ള എംബിബിഎസ് സീറ്റുകളിൽ കോവിഡ് പോരാളികളുടെ മക്കൾക്കായി കേന്ദ്ര പൂളിൽ നിന്നും സീറ്റുകൾ മാറ്റിവെക്കുമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ഹർഷവർദ്ധൻ. 5 എംബിബിഎസ് സീറ്റുകളാണ് ഇവർക്കായി നീക്കിവച്ചിട്ടുള്ളത്. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കിടെ ജീവൻ നഷ്ടപ്പെട്ടവരുടെ മക്കളാണ് സീറ്റിന് അർഹരായിട്ടുള്ളത്. ക്വാമി ഏകതാ വാരാചരണത്തിന് സംസ്ഥാനത്ത് തുടക്കമായി. ഇന്നു മുതൽ ഈ മാസം 25 വരെയാണ് വാരാചരണം. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് ഇന്ന് 5,722 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 6,860 പേർക്ക് രോഗമുക്തി. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 8.54%. തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിച്ചു. നാളെ സൂക്ഷ്മ പരിശോധന. വനിതകൾ ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികളെ സാമൂഹ്യ മാധ്യമങ്ങളിൽ മോശമായി ചിത്രീകരിക്കുന്നതിനെതിരെ കർശന നടപടി സ്വീകരിക്കാൻ പോലീസിന് നിർദ്ദേശം. സിഎജി റിപ്പോർട്ട് നടപടിക്രമങ്ങൾ പാലിക്കാതെയാണെന്നും സംസ്ഥാനത്ത് നടപ്പാക്കി വരുന്ന വികസന പദ്ധതികൾക്ക് ഇത് വലിയ തിരിച്ചടിയുണ്ടാക്കുമെന്നും ധനമന്ത്രി തോമസ് ഐസക്. അറബിക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതിനാൽ കേരള തീരത്ത് നിന്നും മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ഞങ്ങളുടെ വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടാതെ കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AIRnews_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കുക. അടുത്ത വാർത്താ പ്രക്ഷേപണം 7:25-ന്.